ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഇപ്പം നടന്നിട്ടില്ല, അല്ലെങ്കിൽ വൈകുന്നു, നിങ്ങൾ ഉദ്ദേശിച്ച ഈ നിമിഷത്തിൽ അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അത് ഓർത്ത് വല്ലാതെ വിഷമിച്ച് ദൈവത്തിന് നിങ്ങളോട് എന്തെങ്കിലും വിരോധമോ സ്നേഹം കുറവോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സന്ദേശം. നിങ്ങൾ ദൈവത്തിൻ്റെ സ്പെഷ്യലായ വ്യക്തിത്വമാണ്. ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. ബൈബിളിൽ നമ്മളൊരു മെസ്സേജ് യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, ലാസർ രോഗിയാണെന്നറിഞ്ഞിട്ടും ഈശോ താൻ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടെ അവിടെ താമസിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ലാസർ മരിച്ചു പോകുന്ന നമ്മൾ അറിയുന്നുണ്ട്. അതിനുശേഷം ലാസറിൻ്റെ മരിച്ചടക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈശോ ആ സ്ഥലത്തോട്ട് വരുമ്പോൾ ഈശോയുടെ ലാസറിൻ്റെ സഹോദരി മാർത്ത ഇപ്രകാരം പറയുന്നുണ്ട്, നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. കർത്താവ് അവിടെ നെടുവേർപ്പെട്ടുകൊണ്ട് കർത്താവ് അവിടെ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താ? പിന്നീട് നമ്മൾ കാണുന്നത് ലാസറിനെ മരണത്തിൽ നിന്ന് യേശു ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന അത്ഭുതമാണ്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശു ലാസറിനെയും മാർത്തയെയും മറിയത്തെയും സ്നേഹിച്ചിരുന്നു. ദിസ് ഈസ് എ മെസ്സേജ് ഫോർ യു. ഇത് നിനക്ക് വേണ്ടിയുള്ളൊരു സന്ദേശമാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ ജീവിതത്തിലെ ഈ സാഹചര്യം, ഈ സഹനത്തിൻ്റെ താഴ്വര, ഇത് അത്ഭുതത്തിൻ്റെ വിസ്മയത്തിൻ്റെ ഒരനുഭവത്തിൻ്റെ താഴ്വരയെ കൂടിയാക്കി ദൈവം മാറ്റിത്തീർക്കുന്നു. ദൈവത്തിന് വെള്ളത്തെ വീഞ്ഞാക്കാൻ ഒരു സെക്കൻഡ് പോരായിരുന്നോ? ഈ അവസ്ഥകൾ മാറും. തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ലാസറിനെ കണ്ടവർ അത്ഭുതത്തോടെ യേശുവിനെ മഹത്വപ്പെടുത്തി. ഇന്നും നമ്മൾ ലാസറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു അത്ഭുതം, യേശു ചെയ്ത ഒരു അത്ഭുതമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില മരിച്ചു കിടക്കുന്ന അവസ്ഥകൾ പ്രാർത്ഥിച്ച് ഒരിക്കലും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളിയിരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവിന് അത്ഭുതം ചെയ്യാൻ സാധിക്കും. ഇന്ന് ഒരു കാര്യം നമ്മൾ ഓർക്കണം, അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനയ്ക്കും വലിയ ശക്തിയുണ്ട്. നമ്മൾ അമ്മയോട് നമ്മുടെ വിഷമങ്ങളും വേദനകളൊക്കെ പറയുമ്പോൾ ജപമാലയിലും പ്രാർത്ഥനയിലൊക്കെ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാനായിലെ കല്യാണ വീട്ടിൽ അമ്മ പ്രാർത്ഥിച്ച അമ്മ യേശുവിനോട് പറഞ്ഞപ്പോഴാണ് യേശു ഇടപെടുന്നത്, അല്ലേ? അമ്മയുടെ സഹനത്തിൻ്റെ യോഗ്യതയാൽ, യേശുവിൻ്റെ പിടാസഹനത്തിൻ്റെ യോഗ്യതയാൽ, തിരുസഭയിലുള്ള അനേക വിശുദ്ധരുടെ സഹനത്തിൻ്റെ യോഗ്യതയാൽ ഇന്നേ ദിവസം ഈ സന്ദേശം കേൾക്കുന്ന നിൻ്റെയും പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിൻ്റെയും ജീവിതത്തിൽ സ്വർഗീയമായ വലിയ അനുഗ്രഹങ്ങൾ നിറയപ്പെടുന്നു. ഈ നിമിഷം തന്നെ ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയുടെ ആ സ്നേഹത്തെ മാത്രം ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഉള്ളിലോട്ട് വരുമ്പോൾ അതിൻ്റെ പുറകെ അത് ചകഞ്ഞുകൊണ്ട് പോകാതെ യേശുവിൻ്റെ സ്നേഹത്തിൽ ധ്യാനിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട അപ്പസ്തോലന്മാരെ പോലെ മുൻപോട്ട് പോയിക്കൊള്ളുക, മുൻപോട്ട് പോവുക. പുറകോട്ട് സ്റ്റെപ്പില്ല, മുൻപോട്ട്. വലിയ അത്ഭുതങ്ങൾ, വലിയ നന്മകൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ നിൻ്റെ മുൻപിൽ നിനക്കായി കാത്തിരിക്കും. ഗോഡ് ബ്ലെസ് യു. പ്ലീസ് പ്രേ ഫോർ അസ് ഓൾസോ. വി ആർ ഓൾസോ പ്രേയിങ് ഫോർ യു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയും സമാധാനവും നമ്മൾ നിറഞ്ഞ് പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നമ്മൾ നയിക്കുമാറാകട്ടെ.